2025 പുതുവർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് ന്യൂമറോളജി പ്രകാരം, സംഖ്യാശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് എന്തു ഫലമാണ് പ്രദാനം ചെയ്യുന്നത് നോക്കാം. അതായത് 2 എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് 100% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1986 താങ്കൾ ജനിച്ചത് എങ്കിൽ 6 എന്ന സംഖ്യയായിരിക്കും കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെ 2025 എന്ന വർഷമാണ് ഈ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 9 എന്ന സംഖ്യയാണ്. അപ്പോൾ 9ഉം 6ഉം 15 എന്ന സംഖ്യയാണ് അവിടെ വരുന്നത്. അപ്പോൾ 5ഉം 1ഉം കൂടി ചേർക്കുമ്പോൾ 6 എന്ന സംഖ്യയായി. അത് തന്നെയാണ് നമ്മളുടെ ഫലസംഖ്യയായിട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി 2 എന്ന സംഖ്യ, അതായത് നിങ്ങളുടെ ജനിച്ച വർഷവും അതുപോലെ ഈ പുതിയ വർഷവും കൂടി കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് 2 എന്ന സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2025 സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന കാര്യമാണ്. പൊതുവിൽ നിങ്ങൾക്ക് ഈ 2025 ഭാഗ്യം നിറഞ്ഞ ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ തന്നെയും പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് 2025 പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം അതിൻ്റെ 3 ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത്. പൊതുവിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ തൊഴിൽ ഇടം, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ മേലധികാരികളിൽ നിന്നും ശക്തമായ എതിർപ്പും താക്കീതുമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് പോലും നിങ്ങൾക്ക് അതിൻ്റേതായ ശിക്ഷകളും ഫലങ്ങളുമൊക്കെ കേൾക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് ദേഷ്യം വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കത് കേൾക്കണമെന്നുള്ളത് ഈ വിധി തന്നെയാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ദേഷ്യ ഭാവങ്ങളൊന്നും തന്നെ വേണ്ട. അത് അവരുടെ ആ സമയത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അവർ നിങ്ങളോട് ചൂടാവുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ വളരെയേറെ ക്ഷമ ഉണ്ടാക്കിയെടുക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് പറയാനുള്ള കാര്യം, ആ ഒരു സമയത്ത് അവിടെ നിന്നൊരു ദേഷ്യഭാവം ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് തണുത്ത് അദ്ദേഹം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലം മാറ്റത്തിനൊക്കെ അപേക്ഷിച്ച ഒരു സമയമായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കുന്നത് വളരെയേറെ വിരുദ്ധമായ ഒരു മറുപടി ആയിരിക്കും കിട്ടുക. അപ്പോൾ മനസ്സൊക്കെ ആകെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സമയം തന്നെ. എന്നാൽ തന്നെയും പിന്നീട് ഒരു സമയം അദ്ദേഹം തന്നെ വിളിച്ചിട്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അപേക്ഷിച്ചോളൂ, നിങ്ങളുടെ പേപ്പറൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഞാൻ പോസ്റ്റിങ്ങിനായിട്ട് ഞാൻ അയച്ചോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ കരുതി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി അവിടെ ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പഴയ വാഹനങ്ങളൊക്കെ വിറ്റിട്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യവും ഈ വർഷം ഉണ്ടെന്ന് തന്നെയാണ്. അത് പഴയ സ്കൂട്ടറൊക്കെ വിറ്റ് പുതിയ സ്കൂട്ടറൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ പുതിയ കുട്ടികൾ ജനിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതായത് കുടുംബത്തിൽ ഒരു പുതിയ അംഗം വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹമൊക്കെ നടക്കാതെ ഇരുന്ന ചിലർക്കൊക്കെയും വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു നല്ല ഒരു വർഷം തന്നെയാവും ഈ ഒരു കാര്യം. എന്നാൽ കച്ചവടം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ, അതായത് ബിസിനസ്, തുണി വ്യാപാരം, മറ്റു വ്യാപാരം, മീൻ കച്ചവടം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പലരും ഉണ്ടാവാം. അവർക്കൊക്കെയും തന്നെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ വരും. അതുകൊണ്ട് തന്നെ സമ്പത്ത്പരമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ ലോസായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരുന്ന സമയം കൂടി ആയിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ള ഒരു ബിസിനസ്സാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിപ്പോകും, അല്ലെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ കൂട്ടു ബിസിനസ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാലും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ കുടുംബപരമായി സ്ത്രീകൾ കാരണമൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. വീട്ടിലൊക്കെ സ്ത്രീകളുമായിട്ടൊക്കെ സംസാരിച്ച് വഴക്കൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ വലുതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അവിടെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുകയും കുടുംബത്തിൽ സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നിൽ കണ്ട് ചിന്തിച്ച് ഈ ഒരു വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൗനം പാലിക്കേണ്ടിടങ്ങളിൽ മൗനം പാലിക്കുക എന്നാണ്. എടുത്തു ചാടി ഒരു വാക്കുകളും പറഞ്ഞ് വിഷയങ്ങളെ വലുതാക്കാതിരിക്കാം. മൊത്തത്തിൽ നോക്കി കണക്കാക്കി എടുക്കുമ്പോൾ ഈ വർഷം പൊതുവേ ഒരു നല്ല ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്.
ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു പോയാൽ അതിലൊന്നും തന്നെ മനസ്സ് തളർന്നു പോകരുത്. കാരണം നമുക്ക് ഈ ഒരു സമയം വരേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഗ്രഹമാറ്റങ്ങളൊക്കെ ശനിമാറ്റം, ഗുരുമാറ്റം, അതുപോലെ തന്നെ രാഹു, കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം മാറി വരുന്നുണ്ട്. അതെല്ലാം ഒരു വഴിക്ക് മാറിയാലും നമ്മുടെ വർഷസംഖ്യ നമ്മളെ ഒരു പരിധി വരെ അവിടെ സഹായിക്കുമെന്നാണ്. അപ്പോൾ ഈ സംഖ്യയ്ക്കും പ്രധാനമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ജ്യോതിഷത്തിൽ. അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രത്തിന് വളരെ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാകും. നമ്മുടെ ജനിച്ച തീയതിയും അതുപോലെ വർഷങ്ങൾക്കും എല്ലാം വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു ആസ്ട്രോളജിക്കൽ മെത്തേഡിൽ. അപ്പോൾ പലരും അതൊന്നും ഗവനിക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. പലരും പലയിടങ്ങളിലും പല ജ്യോതിഷികളുമൊക്കെ ഇതിൻ്റെ കണക്കുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പലരും ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് എൻ്റെ സമയം ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ. പക്ഷേ നമ്മുടെ ജന്മസംഖ്യയിൽ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിധിയും. അപ്പോൾ വിധിസംഖ്യ, ജന്മസംഖ്യ ഇങ്ങനെ പല വിധത്തിൽ സംഖ്യകളെ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു വർഷസംഖ്യയെക്കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ നമുക്ക് ഈ സംഖ്യാപ്രകാരം ഇന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നിരിക്കുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ട് ഊതിപ്പെരുപ്പിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ആ ഒരു സംഖ്യയ്ക്കനുസരിച്ച് ഇത് സംഭവിക്കാനുള്ളത് ഈശ്വരൻ നേരത്തെ എഴുതി വെച്ചത് തന്നെയാണ്. അപ്പോൾ സംഭവിക്കുക തന്നെ ചെയ്യും. പകരം ഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കത് നടന്നില്ല, ഇത് നടന്നില്ല. നമ്മുടെ ആ ഒരു ഇതും കൂടെ അനുകൂലമാവണം. അപ്പോൾ ഇത് 100% നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളും. ഈ വർഷം ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. സംഭവിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കി എഴുതി വയ്ക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈശ്വര ചിന്ത വളരെയധികം വേണമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വർഷം നിങ്ങൾ ഈശ്വരനെ വണങ്ങാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പലരെയും വിളിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജന്മവർഷസംഖ്യയുടെയൊക്കെ ആ ഒരു ഗുണം തന്നെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഈ വർഷം അങ്ങനെ ഒരു കരുതലൊന്നും വേണ്ട. നേരെ ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ഇവിടെ ജാതിയും മതമൊന്നുമില്ല. ജനിക്കുന്ന വർഷങ്ങൾ അവരവരുടെ വർഷം തന്നെയാണ്. ജാതി മതമൊന്നും അതിലില്ല. തീയതികളും അവരവരുടെ തീയതികളിൽ തന്നെയാണ് ജനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രാശികളെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മുടെ തീയതികളും വർഷങ്ങളും നമുക്ക് എഴുതി വെച്ചിട്ടുള്ള കണക്കുകൾ അതുപടി തന്നെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദേവാലയ ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു ഫലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതുപോലെ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അത്യാവശ്യം സേവിങ്സൊക്കെ വരുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് കരുതൽ ചിന്തയോടുകൂടി കിട്ടുന്നതിനെ മുഴുവൻ ചിലവാക്കി തീർത്ത് കളയാതെ ഉള്ളതിൽ ഒരു പങ്ക്, അതായത് 100 രൂപ കിട്ടിയാൽ 10 രൂപയെങ്കിലും മാറ്റിയിടാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഈ ഒരു വർഷം വേണമെന്നതാണ് ഒരു സത്യമായ ഒരു കാര്യം. ഇല്ലെങ്കിൽ പിന്നീട് വീണ്ടും കൈകാലിട്ട് അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അടുത്ത വർഷത്തേക്ക് പിന്നെ മിച്ചം കാണില്ല എന്നുകൂടി പറയാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കുക, അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശുഭം.